Hey, my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So, വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ 21 ഡേ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സിൻ്റെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. 30 നവംബർ സൺഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ ദിവസവും 5 AM നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഈ പ്രാവശ്യത്തെ 21 ഡേ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സിൽ നമുക്ക് വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് എനിക്ക് ഈ പ്രാവശ്യം വേണ്ടത് അത്ര ക്രേവ് ഉള്ള ആളുകളെയാണ്. ലൈഫിൽ മാറ്റം വേണം, ബെറ്റർ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം, അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ആളുകളുടെ കൂടെ, കുറച്ചാണെന്നുണ്ടെങ്കിലും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം. സാധാരണ നമ്മുടെ ബാച്ചിൽ ഓൾമോസ്റ്റ് ഒരു 100+ ആളുകൾ ജോയിൻ ചെയ്യാറുണ്ട്. ബട്ട് ഈ പ്രാവശ്യം എനിക്ക് വേണ്ടത് വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആളുകളെയാണ്, ആ ഒരു ക്രേവ് ഉള്ള ആളുകളെയാണ്, ആ ഒരു എനർജി ഉള്ള ആളുകളെയാണ്. സോ ഇഫ് യു തിങ്ക് യു ആർ വൺ ഓഫ് ദം, യു ക്യാൻ ജോയിൻ. 999 ആണ് നമ്മുടെ എൻറ്റയർ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത്. 21 ഡേയ്സ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മളൊരു ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ പല ആളുകൾക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് എന്താണ് ഈ ഒരു 21 ഡേയ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, റൈറ്റ്? സോ 21 ഡേ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് മേ ബി നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫൈനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കാം, ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ സെൽഫായിട്ടുള്ള ചില ഇംപ്രൂവ്മെൻറ്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അവർ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് ഡിസയർ ഉണ്ടായിരിക്കണം, അല്ലേ? ബട്ട് നമ്മൾ ഈ ഒരു 21 ഡേയ്സിൽ അല്ലെങ്കിൽ ഈ 21 ഡേ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈഫിൽ ചില സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് എങ്ങനെ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും, നമ്മളുടെ ആഗ്രഹത്തിലേക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും, അതങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അവിടെ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ്, ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. ആൻഡ് എൻ്റെ 21 ഡേ ലൈഫ് ചേഞ്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ മെൻ്റലി മാത്രമല്ല സ്ട്രോങ് ആവാൻ പോകുന്നത്. ഇഫ് യു വോണ്ട്, നിങ്ങൾക്ക് ഫിസിക്കലിയും നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഈ ഒരു 21 ഡേയ്സ് ജോയിൻ ചെയ്യാം. ഒന്ന് ഫിസിക്കലി ഫ്ലെക്സിബിൾ ആവണം, സ്ട്രോങ് ആവണം, വെയിറ്റ് ഗെയിൻ ചെയ്യണം, വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ സാഹചര്യം അത്ര സപ്പോർട്ടായിട്ട് നിന്നോളണം എന്നില്ല, അല്ലേ? നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മാറിയിട്ട് നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ ഒരു കാര്യം കഴിയുന്ന സമയത്ത് അടുത്തടുത്ത കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഹാബിറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ചിലതൊക്കെ മാറി, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചാൽ, ഇപ്പം നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ പെർഫെക്റ്റ് ടൈം ടു റീബിൽഡ്, ടു റീവൈർ യുവർ ബ്രെയിൻ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ ജോയിൻ ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചില ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ചില ഓർമ്മകളോ ചില ചിന്തകളോ നമുക്ക് അതിൽ എങ്ങനെ പുറത്തേക്ക് വരണം എന്ന് അറിയുന്നുണ്ടാവില്ല, അല്ലേ? നിങ്ങളൊരു 2-3 വർഷം മുൻപ് ചിന്തിച്ചിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു 5 വർഷം മുൻപ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെ ആയിരിക്കാം ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് കൂട്ടുന്നുണ്ടായിരിക്കാം, റൈറ്റ്? അത് നിങ്ങൾക്ക് ഒരു ഗുണമില്ലാത്തൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യമായിരിക്കാം. നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും അവിടെ, അല്ലേ? പക്ഷെ ചില തോട്ട്സ്, അല്ലെങ്കിൽ ചില മെമ്മറീസ് നമ്മൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതൊന്ന് പുറത്തേക്ക് വരണമെന്ന് അറിയാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ ചില കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ആ ഒരു കാര്യത്തിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കാം, മേ ബി അതെങ്ങനെ വർക്ക് ആവും, അങ്ങനത്തെ കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതും ആയിരിക്കാം, അല്ലേ? സോ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില ചിന്തകൾ, ഇങ്ങനത്തെ ചില മെമ്മറീസ്, ചിലത് നമ്മളുടെ ഉള്ളിൽ നിന്ന് പോവില്ല, അല്ലെ? നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഓർമ്മകൾ പോലും നമ്മളുടെ കർമ്മയാണ്. സോ അതിൽ എത്രമാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ, അത് എന്തോ ആയിക്കോട്ടെ, ഗുഡ് ഓർ ബാഡ്, നമ്മളത് എത്രമാത്രം ക്രിയേറ്റ് ചെയ്യുന്നോ, അതിൽ നമ്മൾ എത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നോ, എനർജി സ്പെൻഡ് ചെയ്യുന്നോ, അത് ആ ഒരു കർമ്മ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ചില ആളുകൾക്ക് അതിന് റീസൺ അറിയുന്നുണ്ടാവില്ല, എന്തുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ചില പ്ലേസിൽ നിന്ന്, അല്ലെങ്കിൽ ചില തോട്ട്സിൽ നിന്ന്, ഓർമ്മകളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കാത്തത്, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ, ചില ആളുകളുടെ
ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവുന്നത്. അത് മേ ബി ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കണം, ഇപ്പോഴും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കണം. റൈറ്റ്? ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട്സ് ഉണ്ട്, വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് തലേന്ന് പോകുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്, ഓവർ ഇമോഷൻസ് കാണിക്കുന്നത്? ഒന്നുകിൽ നമുക്ക് അവിടെ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് വിട്ടുപോരാൻ സാധിക്കാത്തത്. ഇപ്പോഴും നമ്മളുടെ ആ ഒരു ഇമോഷൻസോ നമ്മളുടെ തോട്ട്സോ നമ്മുടെ എനർജിയോ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അത് ആളുകളോ സിറ്റുവേഷനോ എന്തോ ആയിക്കോട്ടെ. മേ ബി അത് നിങ്ങളുടെ ട്രോമ ആയിരിക്കാം. ബിക്കോസ് അത് അപ്പോഴും അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളത് ഹീൽ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചില തോട്ട്സ് മെമ്മറീസ് ഇപ്പോഴും ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, അത് നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കാത്തത്. ചില ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും അവരുടെ ഓർമ്മകളോ ചിന്തകളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെയും എന്തെങ്കിലും ഒരു കാര്യം അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കണം. അത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ വീണ്ടും വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണക്ട് ചെയ്യുക എന്നുള്ളതല്ല, അത് അങ്ങനെയും ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്തോ ഒരു കാര്യം നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് പലപ്പോഴും നമുക്ക് ചില ആളുകളോട് തോന്നുന്ന ഒരു കണക്ഷൻ കൊണ്ട് മാത്രമല്ല ഇങ്ങനത്തെ ഒരു തോട്ട്സ് മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. എന്തോ ഒരു കാര്യം നമ്മളവിടെ ഹീൽ ചെയ്യാനുണ്ട്. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ, എന്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലത്തെ ഒരു തോട്ട്സ് നമുക്ക് വിട്ട് കളയാൻ സാധിക്കാത്തത്? കുറേ വർഷങ്ങളായിട്ട് അതേ കാര്യം തന്നെ ചിന്തിക്കുക, അതേ ഒരു പാറ്റേണിൽ പോവുക. എന്തുകൊണ്ടായിരിക്കാം അത്? അത് നമുക്കൊരു ശീലമായിട്ടുണ്ട്, നമ്മളുടെ ബ്രെയിനിന് അതൊരു ശീലമായിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ച് ആ ഒരു പാറ്റേൺ സ്ട്രോങ്ലി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില മെമ്മറീസ് നമ്മൾ ഇപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ ഹാബിറ്റ്സ് ആണത്. സോ നിങ്ങൾ ഇൻറ്റൻഷനലി ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. ബിക്കോസ് അത് ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വീണ്ടും 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 എടുത്തു തരുന്നത്. ഓരോ ദിവസവും ഓരോ ടൈമിലും അത് എടുത്തു തരുന്നത്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബോണ്ടോ കണക്ഷനോ അല്ലെങ്കിൽ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനോ വേണ്ട. ബിക്കോസ് അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആവുന്നത് കൊണ്ടാണ്. ഇങ്ങനത്തെ ചില സിറ്റുവേഷനിലാണ് നമുക്ക് ചില കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കാത്തത്. സോ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു തോട്ട്സ് ഉണ്ട്, ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നില്ല, അത് നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, അങ്ങനത്തെ ഒരു ചിന്ത, എങ്ങനെയെങ്കിലും ഇതൊന്നും എൻഡാക്കിയാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ വേണം, അല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ഇത്ര കാലമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഉപകാരം ഇല്ലാത്തൊരു ചിന്തകളിൽ വേണ്ടിയിട്ട്, അല്ലെ? ചിന്തകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിങ്സിന് വേണ്ടി എന്തിനാണ് നമ്മൾ നമ്മുടെ ടൈം എഫേർട്ട് എനർജി ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റൈറ്റ്? സോ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനാണ് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പാറ്റേൺ നമ്മൾ ഹോപ്പോഴോപ്പോഴ വെച്ചിട്ടാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു സീക്രട്ട് മെത്തേഡാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹോപ്പോണോപ്പോണോ, ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഈ 4 കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു തോട്ട്സ് ഉണ്ടാവുന്ന സമയത്ത്, ഇങ്ങനത്തെ ഒരു മെമ്മറീസ് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. റൈറ്റ്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് നമുക്ക് ഉണ്ടാകുന്നത് ഒന്നുകിൽ ആ ഒരു കാര്യത്തിൽ എന്തോ ഒരു കാര്യം അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യം സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ? അത് നിങ്ങളുടെ ട്രോമ ആയിരിക്കാം, ഓർ ആ ഒരു കാര്യമായിട്ട് നിങ്ങൾ വീണ്ടും വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു എനർജി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. റൈറ്റ്? സോ അവിടെ നമുക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക? എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു സൊല്യൂഷനിലേക്കോ അല്ലെങ്കിൽ അതിലേക്ക് എത്താനോ ആണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്, അല്ലെ? നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മുടെ എനർജി ഒക്കെ ഇങ്ങനത്തെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം, അല്ലെ, അതിനെ അനുവദിക്കുക. അങ്ങനത്തെ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നമ്മൾ അനുവദിക്കുക. നമ്മൾ ആ ഒരു ഫ്രീഡം നമുക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതിനിടയ്ക്ക് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം ആ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചു കൂട്ടുന്നുണ്ടായിരിക്കുക. അത് ശരിക്കും ഉള്ളതായിരിക്കാം, ഇല്ലാത്തതും ആയിരിക്കാം, അല്ലെ? നമ്മുടെ വെറും ഒരു ഇല്യൂഷനും ആയിരിക്കാം. നമ്മൾ ആ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെ? സോ ചിലത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിക്കൊള്ളണമെന്നില്ല, നമ്മൾ ഫീൽ ചെയ്യുന്നത് പോലെ ആയിക്കൊള്ളണമെന്നില്ല, റൈറ്റ്? അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്നത് പോലെ ആയിക്കൊള്ളണമെന്നില്ല, റൈറ്റ്? ഇനി നിങ്ങൾ കുറച്ചുകൂടെ അവെയർ ആവുക ഈ ഒരു തോട്ട്സ് നിങ്ങൾക്ക് വരുന്ന സമയത്ത്. ഓക്കെ, അത് കേൾക്കാൻ നിൽക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനത്തെ തോട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾ അതിൽ അക്കമ്പനി ചെയ്യാതിരിക്കാം, നിങ്ങൾ അതിന്റെ ഭാഗമാവാതിരിക്കാം. അത് ഒന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ആ ഒരു തോട്ട്സ് വേറൊരാൾ തന്നെയാണെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിൻ ലൈക്ക് ദാറ്റ്. വേറൊരാൾ എന്തോ ഒരു കാര്യം പറയുന്നു, നിങ്ങൾക്കത് കേൾക്കണോ? അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് കേട്ടാൽ മതി. അതല്ലാതെ വെറുതെ ഒരാൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ
റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണ് നമ്മളുടെ ചില തോട്ട്സും ഇമോഷൻസും എനർജിയൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. സോ ഇനി നിങ്ങൾ കുറച്ചുകൂടെ അവെയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ തോട്ട്സ് വരുന്ന സമയത്ത് സഡൻ ആയിട്ട് ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ പറയാം നിങ്ങളുടെ അടുത്ത് തന്നെ, ഐ എം സോറി. എന്തിനാണ് നിങ്ങൾ സോറി പറയുന്നത്? ഇങ്ങനത്തെ ഒരു തോട്ട്സ് വന്നതിന്, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചതിന്. ബിക്കോസ് നിങ്ങൾക്കറിയില്ല അത് തന്നെയാണോ, അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണോ, അല്ലെങ്കിൽ അത് തന്നെയാണോ ആ ഒരു റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ചിന്തിച്ചതിനോ അങ്ങനെ ഫീൽ ചെയ്തതിനോ അങ്ങനത്തെ ഒരു ഇമോഷനോടാണ് നമ്മൾ സോറി പറയുന്നത്. സോറി അങ്ങനെ ചെയ്തതിന്. ബിക്കോസ് അത് ഓൾറെഡി അതൊരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിലാണ്. സോ അവിടെ നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊടുത്തത് അതിനൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നതിന് സോറി പറയാം. പ്ലീസ് ഫൊർഗീവ് മീ, അതിന് മാപ്പ് പറയാം. അങ്ങനത്തെ തോട്ട്സ് ഉണ്ടാവുന്ന സമയത്ത് അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, ഐ താങ്ക് യു. എന്തിനാണ് ഇവിടെ നമ്മൾ താങ്ക് യു പറയേണ്ടത്? നിങ്ങളിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന ആ ഒരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൺട്രോളിൽ ആയിക്കൊള്ളണം എന്നില്ല, അല്ലേ? അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഡിവൈൻ പ്രോസസ്സ് സംഭവിക്കുന്നുണ്ടായിരിക്കണം. അത് മേ ബി നിങ്ങൾ അതിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ അത് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. മേ ബി എന്താണോ സംഭവിക്കുന്നത് അത് നിങ്ങളുടെ ഒരു ഹയസ്റ്റ് പേർപ്പസിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ ഒരു ഹയർ സെൽഫിന് വേണ്ടിയിട്ട്, ഹൈ ഗുഡിന് വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. സോ അത് ഓൾറെഡി ആ ഒരു പ്രോസസ്സിലാണ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവിടെ പോയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവിടെ ഒരു അൺവാണ്ടഡ് കൺഫ്യൂഷൻസ് നമ്മളുടെ ചിന്തകൾ കൊണ്ട് സംഭവിക്കാൻ പാടില്ല. അവിടെ താങ്ക് യു പറയാം. ബിക്കോസ് അത് ഓൾറെഡി അതിൻ്റെ ഒരു ഡിവൈൻ പ്രോസസ്സിലാണ്. അത് ഓൾറെഡി അതിൻ്റെ ബെസ്റ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുന്ന സമയത്താണ് അതിന് നാച്ചുറലി ഹീൽ ചെയ്യാൻ സാധിക്കുക, അല്ലേ? നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പകരം, റൈറ്റ്? അതിനാണ് നമ്മൾ അവിടെ താങ്ക് യു പറയുന്നത്. ഐ ലവ് യു. എന്തിനാണ് നിങ്ങൾക്ക് ആ ഒരു ഐ ലവ് യു നിങ്ങൾ പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ? എന്തിനാണ് നിങ്ങൾ ഐ ലവ് യു എന്ന് പറയുന്നത് ഈ സിറ്റുവേഷനോട്? ബിക്കോസ് ഈ ഒരു കാര്യം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറായിട്ട് ആ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായിട്ട് എറേസ് ആയി പോകുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെയാണ് യൂസ്ഡ് ആയിട്ടുള്ളതെങ്കിൽ, ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അങ്ങനത്തെ ഒരു തോട്ട്സ്, അങ്ങനത്തെ ഒരു പാറ്റേൺ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് എലിമിനേറ്റ് ആയി പോവാണ്, റൈറ്റ്? സോ അങ്ങനെ ഒരു കാര്യം ഡിറ്റാച്ച്ഡ് ആയി പോകുന്നതിനോ, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ സംഭവിക്കുന്നതിനോ, അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് സംഭവിക്കുന്നതിനോ താങ്ക് യു പറയാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, ഇതിൽ ഞാൻ പറഞ്ഞതല്ലാണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ, സോ എപ്പോഴൊക്കെ ഇങ്ങനെ ചില തോട്ട്സ്, ഇമോഷൻസ് നിങ്ങൾ എനർജറ്റിക്കലി ഇങ്ങനെ ഡ്രെയിൻഡ് ആക്കാൻ ടെംപ്റ്റ് ആയിട്ട് വരുന്നോ, നിങ്ങളുടെ ചില ആക്ഷൻസ് ഡിസ്ട്രാക്ട് ചെയ്യാൻ അത് ടെംപ്റ്റ് ചെയ്ത് വരുന്നോ, അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കുന്ന ചില കാര്യങ്ങളും ആയിരിക്കാം ചിലത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അത്രയും ആഗ്രഹത്തോട് കൂടി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ആങ്സൈറ്റിയും ഫിയറും കൊണ്ട് തരുന്ന തോട്ട്സ് ആയിരിക്കാം. ഇത് വർക്ക് ആവോ, ഇത് ശരിയാവോ, അങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ എന്താവും 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 എന്നുള്ള ഒരുപാട് തോട്ട്സ് ആയിരിക്കാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണത്. ഐ എം സോറി ഇങ്ങനത്തെ ഒരു തോട്ട്സ് ഉണ്ടാവുന്നതിന്, ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നതിന്. എനിക്ക് ഇങ്ങനത്തെ ഇത് വേണ്ട. ഐ എം ഓപ്പൺ ടു ബ്രേക്ക് ദ പാറ്റേൺ. അതാണ് നിങ്ങൾ പറയേണ്ടത്. പ്ലീസ് ഫൊർഗീവ് മീ, അങ്ങനെ ചിന്തിക്കുന്നതിന്, അങ്ങനത്തെ ആക്ഷൻ വന്നതിന് പ്ലീസ് ഫൊർഗീവ് മീ. ഐ താങ്ക് യു ബിക്കോസ് ഡിവൈൻ ഓൾറെഡി അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെസ്റ്റ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ചിലത് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കാര്യമായി ആവാം എന്നുള്ളത്. സോ അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ ആങ്സൈറ്റി, ഫിയർ, എന്താവും അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ഈ ഒരു ചിന്തകളിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സിന് അവിടെ തടസ്സം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മളെപ്പോഴും പറയും, നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഒരു കാര്യം ഓർഡർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടൈം കൊടുക്കണം, അല്ലേ? അത് കുക്കായി അവർ ഡെലീഷ്യസ് ആയിട്ട് അത് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ടേബിളിൽ എത്തുന്നത് വരെയുള്ള ഒരു ടൈം കൊടുക്കണം. അതിനിടയ്ക്ക് അവർ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടാവുക, അവർ കുക്ക് ചെയ്തിട്ടുണ്ടാവുക, മര്യാദയ്ക്ക് അവർ സോൾട്ട് ഇട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മസാല ഇട്ടിട്ടുണ്ടാവുക. ഇങ്ങനെ നമ്മൾ ആലോചിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു പ്രവൃത്തി തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? സോ ചിലത് നമ്മൾ കാമായിട്ടിരിക്കുക, നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ ഒന്ന് കാമാക്കിയിട്ട് വെക്കാം.
അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരുമിച്ച് ഒന്നും കൂടെ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട്സ് ഇപ്പോൾ ഉണ്ട്, എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമായിരിക്കാം, ആരെങ്കിലും പറ്റിയിട്ടുള്ള തോട്ട്സ് ആയിരിക്കാം, ചില മെമ്മറീസ് ആയിരിക്കാം, നിങ്ങൾക്കതിന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല. ഇനി അങ്ങനത്തെ തോട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ അവെയർ ആയിട്ടിരിക്കുക, കോൺഷ്യസ് ആയിട്ടിരിക്കുക. വരുന്ന സമയത്ത് പറയാം, പോസ് ചെയ്യുക ആ ഒരു തോട്ട്സ്, പോസ്, സ്റ്റോപ്പ് തിങ്കിങ് ആൻഡ് പറയുക, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, I thank you, I love you. So hope you like this video. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.